സോ ഫൈനൽ മാച്ച് പോലൊരു മാച്ച് അതിന്റെ ഇത് മറ്റേ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആരാണ് വിളിക്കുന്നത് നോക്കാം. Yes, tails. So we are going to bowl first. ബോളിംഗ് ആകെയല്ലേ? ബോളിംഗ് ഫസ്റ്റ്, ക്യാപ്റ്റൻ ഡിസിഷൻ. ഇനിയിപ്പം ബോളിംഗ് അല്ല ബാറ്റിംഗ് ആണെന്ന് ഓരോരുത്തർ വിളിച്ചോണ്ടിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബാറ്റ് ചെയ്യാം. ഈ കഴിഞ്ഞ 2 കളിയും നമുക്ക് ടോസ് കിട്ടി, നമ്മൾ ബോളിംഗാണ് എടുത്തത്. ആൻഡ് ഇതിലൊരു ചേഞ്ച് എന്തായാലും നോക്കാം എല്ലാം. പിന്നെ ഞാൻ ആക്ച്വലി എൻ്റെ ടീമിൽ പലർക്കും ബാറ്റിംഗ് എടുക്കാനാണ് ആഗ്രഹം. ഞാൻ എന്തുകൊണ്ട് എടുക്കുന്നത് വെച്ചാൽ എൻ്റെ സ്ട്രാറ്റജി ഉണ്ട്. ഞങ്ങൾക്ക് ശരിക്കും കുറച്ചുകൂടെ ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട്. അപ്പം നിങ്ങളൊരു 140-150 പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം അല്ലേ നോക്കുമ്പോൾ ബാറ്റിംഗ് അല്ല, ഞാൻ ഇന്നത്തെ കളിയിൽ കാരണം എല്ലാവരും ക്യാഷ് തന്നാണല്ലോ കളിക്കുന്നത്. അപ്പോൾ കൂടുതലും അവർക്ക് അവരെയും കൂടി ഇന്ന് ഓപ്പൺ ചെയ്യിക്കുന്നവരൊക്കെ വേറെ ആയിരിക്കും. നമ്മൾ അല്ല ഞാൻ അടിയിലോട്ടായിരിക്കും ഇറങ്ങുന്നത്. നമുക്ക് ട്രോഫി അല്ല, അവരെല്ലാവരും കളിക്കട്ടെ എന്നുള്ളതാണ്. ആക്ച്വലി വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഇന്നലെ കളി മുടങ്ങുമെന്ന് നമ്മൾ വിചാരിച്ചെടുത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ വന്ന് ഇന്നലെ ലൈറ്റ് കളിക്കാൻ പറ്റി, അതുപോലെ രാവിലത്തെ കളിക്കാൻ പറ്റി. നല്ല ഗ്രൗണ്ട് കേട്ടോ, നല്ല ആംബിയൻസ് ഉള്ള ഗ്രൗണ്ട്, വലിയ റേറ്റ് ഒന്നുമില്ല. യു ഗൈസ് ഓൾസോ കം നെക്സ്റ്റ് ടൈം. ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഞാൻ റീലി കണ്ടു ഈ ഗ്രൗണ്ടൊക്കെ, പക്ഷേ ഇതാണെന്നുള്ള മനസ്സിലായി. ഇനി എനിക്കൊരു ആഗ്രഹമുള്ളൂ, ഇനി ദിണ്ടിക്കലിന് മറ്റേ ഗ്രൗണ്ട് ഇന്ത്യയിൽ പോകണം. ഇന്ത്യയിൽ ആക്ച്വലി നൈറ്റ് ഫ്ലഡ് ലൈറ്റ് അത്ര ഓക്കെ അല്ലെന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പോകാൻ. പക്ഷേ വീടോണോ നമ്മൾ നെക്സ്റ്റ് ടൈം. പിന്നെ ഇത്തവണത്തെ ടൂർണമെന്റ് വേറെ കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. ശ്രീരാജിന്റെ ഒരു കിടിലൻ പെർഫോമൻസ്, കുറെ പ്ലേയേഴ്സ് ഡെവലപ്പായി പെർഫോമൻസ് വൈസ് എല്ലാം. കുത്തി പറയണ പോലെ ചിലവരൊക്കെ പോയി. ചിലവൻ നല്ല ഹിറ്ററൊക്കെ ആയിരുന്നു, ഇപ്പം വെറും അല്ല അത് പ്രാക്ടീസ്, അവൻ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് എന്തും പറ്റും. നന്നായിട്ട് കളിച്ചു. ഞാൻ CCF-ൽ കയറി കേട്ടോ, ഞാൻ എന്റെ ടീമിലാണ് കയറി. അതെ, ഇപ്പൊ നിന്നെ പ്രതീക്ഷ എന്നെ കളിപ്പിക്കില്ല. സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു മാച്ചിലേക്ക് കാണാം. ഇങ്ങോട്ട് നോക്കിയോ, ഇച്ചിരി അടുത്ത് നിന്നേ, അന്ന് പിടിച്ചോടാ. സായി ഒന്ന് സൈഡിൽ പിടിക്കോ. ലാസ്റ്റ് മാച്ച് ഞങ്ങളോട് കൂടി ഞങ്ങൾ പൊട്ടിയ ടീം ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ ഓൾറെഡി 2 മാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വളരെ മികച്ചത്തെ വെടിയുണ്ടെങ്കിൽ തന്നെ ഫോറും കൊണ്ട് അതിൻ്റെ സങ്കടത്തിൽ തലയിൽ ചൊറിഞ്ഞുകൊണ്ട് പോകുന്ന ഋഷി നമുക്കിവിടെ കാണാം. പക്ഷേ അങ്ങനെയൊന്നും തളരുന്നവനല്ല ഋഷി. കാരണം ഓടിക്കുന്ന കാഴ്ച 6 പോയിന്റ് സന്തോഷത്തിലാണോ മാർഷൽ അവിടെ കൈകൊട്ടുന്നതെന്ന് അറിയില്ല. അവിടെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു അദ്ദേഹം. എന്തായാലും അദ്ദേഹം സന്തോഷമായിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഇവിടെ കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ജോമൻ ആര് നിങ്ങളിപ്പോ പുറത്താവും കേട്ടോ. സോറി, ബോള് പോയാൽ അടുത്തത് വരും. തൻ്റെ താങ്കളെ വണ്ടിയോടെ വിളിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം റിയൽ ലൈഫിൽ വന്ന് ഫുട്ബോൾ അല്ല, എരമല്ലൂരിന്റെ കണ്ണിലുണ്ണി. ഫസ്റ്റ് ബോൾ എറിയുന്നു. ഫസ്റ്റ് ബോൾ എന്താകും? ഓക്കെ, എന്നാലും കുഴപ്പമില്ല. എങ്ങനെ ഈ പേര് കിട്ടി എന്നുള്ളത് നമുക്ക് എന്തായാലും പിന്നെ എങ്ങനെ കിട്ടിയെന്ന്. ഇങ്ങനെയൊന്നും തളരുന്നവനല്ല മുട്ട, വെയിലിൽ കുളിർത്തവൻ. അതിന്റെ ഇടയിൽ നമുക്കൊരു 4 പോയായിരുന്നു. സോറി, കമന്ററിയിൽ നിന്ന് ഞാൻ തെറ്റി മാറി. ആദ്യത്തെ 6 അങ്ങനെയൊക്കെ ചെയ്യണം, അല്ലാണ്ട് പിന്നെ വെറുതെ. അദ്ദേഹം അങ്ങനെ വിട പറയുകയാണ്. ഞങ്ങളുടെ ഒരു മനോഹരമായിട്ടൊരു ഇന്നിങ്സ് ആക്കി അനീഷ് ബ്രോ വിട പറയുകയാണോ. ഇത്രയും മനോഹരമായ കളി ഈ ഓവർ കഴിയുമ്പോഴേക്ക് അവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും കൗതുകമുള്ള ഒരു കാര്യമാണ്.
കാരണം ഒരു മെന്റലി അറിയുന്ന ഒരാൾ ഒരു ബോളറായി വരുന്നു, എന്തും സംഭവിക്കാം. ഇനി ആ ബോൾ ചെയ്യുന്ന ആള് തരം വന്നപ്പോൾ അറിയാണ്ട് എനിക്ക് തോന്നുന്നത് ഫീൽഡറും മെന്റലിസ്റ്റ് ആയി പോയി. ആ വന്നത് പന്തല്ല, ആ വന്നത് ആരോ എറിഞ്ഞു. ചാർലിയുടെ അവിടെ ഫീൽഡർ ഉണ്ട്, സേഫ് ആണ്. ഇപ്പൊ ഓക്കെ ആണോ? ഹലോ ഹലോ ഹലോ. ഓക്കെ, നമ്മൾക്ക് 11ാമത്തെ ഓവർ എറിയാനായിട്ട് വരുന്നത്. ഒരു വീണ്ടും പന്ത് പൊങ്ങി, പന്ത് താന്നു. പക്ഷെ എന്തായിരുന്നു പ്രഗത്ഭനായ തന്റെ ലൈൻ ആൻഡ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്ത ബോള് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വൈഡ് എന്റർടൈൻമെന്റ് എനിക്കറിയാം. 2 ബോൾ എറിയാനായിട്ട് അദ്ദേഹം 6 ബോൾ എടുത്തിരിക്കുന്ന സമയത്ത് അത്രയും ഉയരത്തിൽ നിന്ന് വരുന്ന ബോളിൽ ആദ്യത്തെ കുറച്ച് വൈഡ് കാര്യങ്ങൾ. അത് ശരി, ഞാനതാണ് ഞാൻ പറഞ്ഞത്, പ്രൊഫഷണൽ രീതിയിലാക്കിയതാണ് ഇപ്പോൾ. ഓക്കെ, നമ്മളെ ബോളിംഗ് ചെയ്യാനായിട്ട് വരുന്നത് ഡിജയ് ആണ്. ഡിജയ് തന്റെ ആദ്യത്തെ ഓവർ എല്ലാവർക്കും ഒരൊറ്റ പ്രണയം ക്രിക്കറ്റിനോട് മാത്രം, ഒരൊറ്റ പാഷന്റെ പുറത്ത് മാത്രമാണ് എല്ലാവരും തന്നെ നമ്മളെ എന്തൊരു അവസരമാണ് അജയ്ക്ക്. പക്ഷേ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ആ ഒരു ഭാഗത്ത് തന്നെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്. ഈഗിൾ എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഗിൾ പോയി ഈ ടീമിന്റെ കൂടെ പാവം കളിപ്പിക്കണം. ഞങ്ങളുടെ ടീമിന്റെ കളി കഴിഞ്ഞു. അത് പിന്നിലെ ലാസ്റ്റത്തെ ബോൾ എറിയാനായിട്ട് അജയ് വരും. വേറെ ആളുകൾ കൂടെ ബുക്കിംഗ് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്ക് കാര്യങ്ങളിലേക്കുള്ള ബുദ്ധിമുട്ടാകും. അതിനനുസരിച്ചാണ് 137 നിങ്ങൾ വിചാരിക്കേണ്ട ഈ കളി തുടക്കം തൊട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട്. സ്കോർ 32 റൺസ് മാത്രം പറഞ്ഞിരുന്ന ഒരു ടീം ഇപ്പോൾ എത്തിയിരിക്കുന്നത് 137-ന്. ഇവിടെ രാമൻ അദ്ദേഹത്തിന്റെ ഇന്നിങ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ബാക്കി പ്ലേയേഴ്സിനെ കാണാം. സ്പോർട്സ്മാൻഷിപ്പ്. ഓക്കെ, ആദ്യത്തെ 2 ബോളിൽ നിന്ന് വെറും 2 റൺ. മാച്ചിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള അവസാന ഓവറിൽ മാക്സിമം റൺസ് കയറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം ബാറ്റ് ചെയ്യുന്ന ഒരു ഡോട്ട് ബോൾ എടുക്കുന്നു ഈ ഒരു ചാനലിലെ ഓണർ ആയിട്ടുള്ള ചാർലി. അതൊരു നല്ല ബോളിംഗ്. ബാറ്റിംഗ് ടീം അവിടെ 140 റൺസിലേക്ക് എത്തിയിരിക്കുന്നു. ഷോട്ട് റജോമോനെ 4 എടുത്തു. ഷോട്ട് റജോമോനെ, വാട്ട് എ ഷോട്ട്, ഗുഡ് ഷോട്ട്. നമ്മളുടെ സ്വന്തം ജോമോൻ. ഷോട്ട് റമോനെ, ജോമോനെ, വാട്ട് എ ഷോട്ട്. ഫോണെ ഞാനെന്നാണ് എഴുതിയേക്കണത്. 2 കാര്യങ്ങളുണ്ട്. ഹാഫിദ് മുഹമ്മദ് 3827 ഫോൺ നമ്പർ ആണോ അല്ലെങ്കിൽ വേറെ? African and German is going back to the field. അല്ല, ഗുഡ് കമന്ററി നോട്ട് കാണാം അല്ലെ എന്തെങ്കിലും. ഷോട്ട് റമോനെ, ആ അടി അത് പുറത്തു. Oh, that was a beautiful in-swinger again from Jabir. Keeper couldn't collect it. ടീമിന് ഒരു അഡ്വാൻറ്റേജ് ആണ് പ്രത്യേകിച്ച്. Shot, uppercut from Arjun. What a shot. കഴിയുമ്പോഴേക്ക് മുക്കറ്റൊന്നും വേണ്ട, ഡോട്ട് ബോൾ മാത്രം മതി എന്നാണ് രീതിയിൽ തന്നെ ബോളിംഗ് അവർ ടൈറ്റ് ആക്കുന്നു. നല്ലത് പറഞ്ഞിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക്. കളിയടാ അജയ്, അങ്ങനെ കളി. ഷോട്ട് റമോനെ, അതാ നിന്റെ. Goal
Sachu. അപ്പോൾ എന്നും നമ്മൾക്ക് നോക്കാം അവര് 47 balls, 80 to win and... Oh, that's a boundary. That's a boundary to... Shot, Ramone. Good shot, Ra. ബിഹാൻഡ് സൂസിലോസ് ലോപ്പസ് പറയുന്നത് That's a first edge boundary. Edge boundary. സച്ചു വരുന്നു. Shot again, and that's a boundary again. ഗ്രീൻ ടീം Well bowled. പിടിച്ചല്ല, സ്പീഡിൽ കളിച്ചോ, തീർത്തോ. ഒരു സിംഗിൾ മാത്രമായി അത് അവസാനം കലാശിക്കുന്നു. Well played, Arju. Well played. ഫുഡി ഇന്നലെ നല്ല രീതിക്കായിരുന്നു ഇന്നത്തെ മാച്ചിൽ ബാറ്റിംഗ് ചെയ്തത്. ഫസ്റ്റ് Shot, Ramon Ajay. What a shot from Ajay. What a shot. Shot again. പക്ഷേ ആളുണ്ട്. ശരി, ഇവന്റെ കാര്യം ഞാൻ പറയാനില്ല, നിന്നോട് പറഞ്ഞില്ല. Shot and it's out of the park again from Fudi. What a shot. തന്നെയായി മാറുന്നു. Shot, Ramon. What a shot. What a hit from Fudi. Another one. What a shot. What a hit. അങ്ങനെ കളി എന്താകും Chance there. She has ആരെങ്കിലും ആ ക്യാച്ച് എടുക്കാനുണ്ടെങ്കിൽ only this guy. What a player. ആഡ് ചെയ്തിരിക്കുകയാണോ? ഉത്തരം അദ്ദേഹം തന്നെ അവിടെയൊക്കെ തെളിയിക്കുന്നു. Yes, that's a Jin. ബൗണ്ടറി. എന്തടി എടുത്ത് ജോയിൻ ആയ ഇദ്ദേഹം അടിക്കുന്ന അടി, ആ ഫ്ലിക്കൊക്കെ ഉണ്ടോ? എന്താ അടി. Shot, Ramon, and look at that shot. Out of the park again. 3 more need to win. 3 more. 2 to win. ഓടിന്ന് 2 ആക്കിക്കോ. വേണ്ട ഫുഡ് ഫിനിഷ് ചെയ്യടാ. ഒരു 2 റണ്ണോടോ മതി. Yes, that's it. We won. ആകെ ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ, പക്ഷേ we won this cup. We won the first picnic edition cup. What an innings. അജയുടെ ഫുഡിയിൽ കാരണ what an innings. What a player he is. 9 ബോളിൽ 37. എന്നെ അടി ഇതാ തിരുപ്പൂര ഗ്രൗണ്ടിന്റെ എല്ലാ സൈഡിലും വേറെ ലെവൽ. ജോമോന്റെ കയ്യൊപ്പ് ചാലിച്ച മറ്റൊരു പൊൻതൂവൽ കൂടെയായിട്ട് ഈ ഒരു വിജയം മാറുന്നു. ജോമോൻ അവിടെ ആവേശം. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. നമ്മൾ ആക്ച്വലി ഒരു ഡെസ്റ്റിനേഷൻ ക്രിക്കറ്റ് പ്ലാൻ ചെയ്തു, സക്സസ് ആയി നടത്താൻ പറ്റി. നമ്മുടെ ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തന്നെ ഭയങ്കര സന്തോഷം. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു. ഇപ്പോൾ ജാബിറൊക്കെ അത്രയും ദൂരത്ത് നിന്ന് കയറി വന്നു. ഇന്ന് നന്നായിട്ട് ബോളും ചെയ്തു കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് എവരിബഡി. അപ്പോൾ നമുക്കിനി മുന്നോട്ടും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാം. നമുക്ക് വിന്നേഴ്സിനുള്ള റണ്ണേഴ്സ് ആക്ച്വലി JCD ആണ്, അവർ പോയതുകൊണ്ട് വിന്നേഴ്സിനുള്ള ട്രോഫി കൊടുക്കാം. വിന്നേഴ്സ് ടീമിൻ്റെ ക്യാപ്റ്റൻ, ക്രിയേറ്റീവ് സ്ക്വാഡിൻ്റെ ഗ്രീൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ഷാരിഖിനെ ക്യാപ്റ്റൻ ചാർലിയാണ് സംസാരിക്കണ എന്നെ പിടിച്ചെടുത്തത്. പ്രിയപ്പെട്ട സൗന്ദര്യ ആരാധകര്, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ലോകത്ത് എത്ര പേർക്ക് ഒന്നാം സമ്മാനം കിട്ടുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക് യു. MVP-ക്ക് വരെ നമ്മൾ ആദ്യം ബെസ്റ്റ് ബാറ്റർ ബെസ്റ്റ് ബൗളർ കൊടുക്കാം കേട്ടോ. കാരണം ഇവർ തമ്മിലുള്ള ഒരു ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സൂപ്പർ ഹീറോയുടെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഈ കളിച്ച് വെച്ചിട്ട് ഏറ്റവും കിടിലൻ ഇന്നിങ്സ് ആയിരുന്നു സെഞ്ചുറി അടിച്ചത്. എല്ലാവരും അത്രയും നല്ലൊരു ഇന്നിങ്സ് ശരിക്കും അമ്മച്ചേരി പോലും കാണാറില്ല. സോ ജസ്റ്റ് കോമ്പറ്റീഷൻ. പിന്നെ അജയ്ക്ക് അത് കിട്ടുന്നതുകൊണ്ടുള്ള സന്തോഷം. അവൻ ഇത്രയും പ്ലെയർ ആയിട്ട് നമ്മുടെ കൂടെ വന്ന് ഇതുവരെയായിട്ട് അവന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അജയ്ക്ക് MVP കിട്ടുന്നതും അവൻ്റെ ആ ഒരു ഇന്നിങ്സ് വെച്ചിട്ട് അവൻ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ്. സോ താങ്ക് യു സോ മച്ച് സച്ചു. ഗ്രേറ്റ് പെർഫോമൻസ്. ബെസ്റ്റ് ബാറ്റ്സ്മാൻ. MVP-ക്ക് തുല്യമുള്ള അവാർഡാണ് കേട്ടോ. രണ്ടുപേരും തമ്മിൽ കിടിലൻ കോമ്പറ്റീഷൻ നടത്തിയോണ്ട് നമുക്ക് കുറെ എൻജോയ്മെന്റ് കിട്ടി കളിയിൽ. താങ്ക് യു സോ മച്ച്.
പറഞ്ഞതുപോലെ തന്നെ അജയനെ നമ്മുടെ ഇത്രയും ടാലന്റ് ഇത്രയും സ്കിൽഡ് ആയിട്ട് നമ്മുടെ ടൂർണമെന്റുകളിലൊന്നും അവൻ ഇതുവരായിട്ട് അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ അവൻ കളിച്ച കളി, ഇന്നലത്തെ കളി എസ്പെഷ്യലി JCDക്കെതിരെ കളിച്ച കളി വേറെ ലെവലായിരുന്നു. ആ ഒരു കളി കൊണ്ടാണ് ഞങ്ങൾ കപ്പടിച്ചേക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് അജയ് ജെയിംസൺ. സോ MVP ഓഫ് ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് പിക്നിക് ക്രിക്കറ്റ് ആൻഡ് ബെസ്റ്റ് ബോളറും അജയ് തന്നെയാണ് കേട്ടോ. മികച്ച ഇക്കോണമിയോടെ നന്നായിട്ട് എറിഞ്ഞ ഇനി ഒരു ചെറിയ സ്പെഷ്യൽ അവാർഡ് കേട്ടോ. നമ്മുടെ ലേറ്റ് ആയിട്ട് നമ്മുടെ ക്രിയേറ്റീവ് സ്ക്വാഡിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ തന്നെ കളി വന്ന് 9 ബോൾ ഫിനിഷ് ചെയ്ത ഫുഡിയൻ കാർ. വേറെ ലെവൽ കളി, ഇത്രയും നല്ല കിടിൽ വേറെ ലെവൽ. സോ ഫൈനൽ മാൻ ഓഫ് ദ മാച്ച് ആയിട്ടോ, വേറെ ലെവൽ പെർഫോമൻസ്. പിന്നെ എന്തുകൊണ്ട് അബദ്ധത്തിൽ നമ്മുടെ ബസ് ഫീൽഡർ മൊട്ടയായിട്ടുണ്ട്. അപ്പൊ മൊട്ടയ്ക്ക് കൂടെ അവാർഡ് കൊടുക്കണം. വേറെ ലെവൽ. രാമൻ ഞാൻ എപ്പോഴും എറിഞ്ഞാലും 6 അടിക്കുമല്ലോ എന്ന് ഓർക്കും മാഡം. ഈ അവാർഡ് നിനക്ക് തരുന്ന ഇനി മേലെ ഞാൻ ബോൾ ചെയ്യുമ്പോൾ നീ 6 അടിക്കുന്നു. സ്പെഷ്യൽ ജൂറി അവാർഡ് രാമന് ചാർലിന് 6 അടിച്ചു. ലാസ്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ക്രിയേറ്റീവ് സ്ക്വാഡ് ബിൽഡ് ചെയ്ത് ഒരു കളി പോലും കളിക്കാണ്ട് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ട് ഇവിടെ കൂടെ ഗബ്രി, ഓൾവേസ് താങ്ക് യു സോ മച്ച്. അപ്പൊ പിരിയാം. അടുത്ത എഡിഷനിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ. താങ്ക് യു സോ മച്ച്.